പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മകംതൊഴൽ മാർച്ച് 2 തിങ്കളാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വലിയ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ മകംതൊഴലിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വളരെ ചിരപുരാതനമായ ക്ഷേത്രമാണ് പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. കേരളത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ ബിംബപ്രതിഷ്ഠയുള്ള നിത്യപൂജയുള്ള വളരെ ചുരുക്കം വേണമെങ്കിൽ കേരളത്തിലെ വലിയൊരു ക്ഷേത്രം എന്ന് പറയാം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാ മതവും വളരെ വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, വൈദ്യസഹായം, കുടിവെള്ള വിതരണം, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളരെ വിപുലമായ രീതിയിൽ എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മണി തൊട്ട് തുടങ്ങുന്ന മകദർശനത്തോടനുബന്ധിച്ച് അന്നേ ദിവസം മകത്തിൻ്റെ ദിവസം 24 മണിക്കൂറും നമുക്ക് അന്നദാനം തയ്യാറാക്കിയിട്ടുണ്ട്. പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മകംതൊഴലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുംഭമാസത്തിലെ ലക്ഷ്മി നാരായണ സംഗമ ദിനമായ മാർച്ച് 2 തിങ്കളാഴ്ചയാണ് മകംതൊഴൽ നടക്കുന്നത്. അഷ്ടാഭിഷേകം, അഷ്ടദ്രവ്യ, ഗണപതി ഹോമം, ആത്മീയ പ്രഭാഷണം, മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണി മുതൽ മകംതൊഴൽ ആരംഭിക്കും. നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മകംതൊഴാനായി കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ നാദ സംഗീതം, വൈകിട്ട് 4-ന് സംഗീതോത്സവം, 5-ന് ഭജൻസ്, 5:30-ന് ഭക്തിഗാനസുധ എന്നീ പരിപാടികളും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. മകംതൊഴലിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ദേവസ്വം അധികൃതർ അറിയിച്ചു. ദേവസ്വം മാനേജർ ഡോക്ടർ ജയൻ, ജനറൽ സെക്രട്ടറി BG പ്രതീഷ്, കരയോഗം സെക്രട്ടറി PK അഭിലാഷ്, കമ്മിറ്റി അംഗം R ഉത്തമകുമാർ എന്നിവർ പൂച്ചാക്കലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.